നമസ്കാരം, എല്ലാവർക്കും രുചിമഴത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പയറില വെച്ചിട്ടാണ്. പയറില മുട്ട തോരനാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പയറില വെച്ചിട്ടാണ് ഞാനിന്നിവിടെ പയറില മുട്ടത്തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ്. വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പയറില പൊട്ടിക്കാനായിട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടായി നിൽക്കുന്ന പയറിൻ്റെ ചെടിയിലേക്ക് പോവാം. കണ്ട നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പയറില നമുക്ക് ആവശ്യത്തിന് നമ്മുടെ തോരൻ വയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള പയറില നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഏകദേശം ഒരു പാത്രത്തിൽ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ വളരെ ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ചുവന്ന ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 2 നാടൻ മുട്ട, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് ചതച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നാടൻ പയറില മുട്ടത്തോരൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന രീതിക്ക് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചുവന്നുള്ളി നല്ല നീളനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതേപോലെ പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര ഉള്ളി ചേർക്കുന്നോ കൂടുതൽ ചേർക്കുന്നതോറും അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതിനാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഏകദേശം ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കളറൊക്കെ ജസ്റ്റ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് ചതച്ചതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് ചതച്ചതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മുട്ട ഏകദേശം ഒരു ഹാഫായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറില ചേർത്ത് കൊടുക്കാം. പയറില കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒപ്പം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ മാത്രമാണ് ഉപ്പ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൽ എരിവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് ചതച്ചതും കൂടെ ഇതിൻ്റെ ശേഷം, അതായത് നമ്മൾ പയറില ചേർത്തതിന് ശേഷം കുറച്ച് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് മുട്ടയിൽ പിടിച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഇട്ടാലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നവരെ നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം.
കണ്ടോ അപ്പോൾ നമ്മുടെ പയറെല്ലാം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്, നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ളതുമാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നല്ല എപ്പോഴും ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.